ഇസ്രായേലിനെ കൂട്ടത്തോടെ ആക്രമിക്കാൻ ഇറാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ന്യൂസ് ഏജൻസികളെല്ലാം ഇതിനെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ചില വിവരങ്ങളും മുന്നറിയിപ്പുകളും നൽകുകയാണ്. ലെബനാൻ അടിസ്ഥാനമായിട്ട്, അതായത് ലെബനാനെ ഇസ്രായേൽ ആക്രമിച്ചു എന്നുള്ളത് ഒരു പ്രധാന കാരണമായി എടുത്തുകൊണ്ട് തന്നെ തിരിച്ചടിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ്. അതോടുകൂടി ഈ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ പുതിയൊരു ആക്രമണ പരമ്പര, ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിലവർ പറയുന്നത് ഇറാൻ മാത്രം ആക്രമിക്കുക എന്നുള്ളൊരു സംവിധാനമല്ല ഒരുക്കുന്നത്, പകരം പ്രോക്സി വിഭാഗങ്ങൾ സജീവ സാന്നിധ്യം വഹിക്കുന്ന രീതിയിലുള്ള ആക്രമണ രീതി, സർവ്വമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമിക്കുക, അതായത് വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണ രീതികൾ കഠിനമാക്കുകയും ചെയ്യും. പല മേഖലയെ ആക്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിന് വേണ്ടി മാത്രം സംസാരിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കാത്ത രീതിയിലുള്ള സംവിധാനം ഒരുക്കും എന്നാണ് ഇത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലെബനാനിൽ നിന്ന് മറ്റ് മേഖലയിൽ നിന്ന്, ലെബനാൻ്റെ വ്യത്യസ്ത മേഖലയിൽ നിന്ന് തന്നെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേൽ നേരെ ആക്രമിക്കുന്ന രീതി അല്ലെങ്കിൽ അതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കും. അതോടൊപ്പം തന്നെ യമനിലുള്ള ഈ ഹൂത്തി വിഭാഗം സജീവമായിക്കൊണ്ട് ആക്രമിക്കും. ഇപ്പോൾ തന്നെ അവർ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ നടത്തുകയും ഏകദേശം ഒരു 6-ലധികം മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 മിസൈലുകൾ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥിരീകരിക്കാത്ത മിസൈലിനാണ് വലിയ രീതിയിൽ നാശകാര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മിലിഷ്യ വിഭാഗം, ഇറാൻ്റെ മിലിഷ്യ വിഭാഗം സജീവമാണ്. അവിടെ ഇപ്പോൾ തന്നെ അമേരിക്കയുമായിട്ട് വലിയ രീതിയിലുള്ള വാഗ്വാദം തുടങ്ങിയിരിക്കുന്നു. വലിയ ആക്രമണ രീതികൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബാഗ്ദാദിൻ്റെ നഗരത്തിലൂടെ ഒറ്റപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ സൈനികർക്ക് പോകാൻ പറ്റാത്ത വിധം ഷിയ മിലിഷ്യ വിഭാഗം ഇവിടെ സജീവമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില മേഖലയിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ ഓടി രക്ഷപ്പെടുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. അഥവാ ഇവിടെ നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടാവാത്ത വിധം ഇവിടെ അമേരിക്കയെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ഉദ്ദേശ ലക്ഷ്യമായിട്ട് കാണുന്നത്. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ചുരുക്കം. പിന്നീട് ബഹ്റൈൻ്റെ മേഖലയിലുള്ള ഷിയ മിലിഷ്യ വിഭാഗങ്ങൾ, അത് ഇറാനുമായിട്ട് സഹകരിക്കുന്ന വിഭാഗങ്ങൾ അവിടെ ഉണ്ട്. അവർ ഇതിൻ്റെ മുൻപ് തന്നെ ഇസ്രായേലിനെ ഒരു പ്രാവശ്യം ആക്രമിച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സമാനമായ രീതിയിൽ അവർക്ക് അവിടെ നിന്നും ആക്രമണം നടത്തുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റാത്ത വിധം സൈനിക ബലക്ഷയമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശ ലക്ഷ്യം. അമേരിക്കയ്ക്ക് വല്ലാതൊന്നും സംസാരിക്കാൻ പറ്റാത്ത വിധം ഏത് തരത്തിലുള്ള സഹായങ്ങൾ ഇസ്രായേൽ നൽകി കഴിഞ്ഞാലും ഇസ്രായേലിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധം അവർ ഒതുക്കണം എന്നുള്ളതാണ് കാര്യം. ഒന്നാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഏറെക്കുറെ സാധ്യമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ലെബനാൻ ആക്രമിച്ചത് ഇസ്രായേലാണ്. ലെബനാൻ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറാന് കൂടി കൊടുക്കുന്ന ഒരു തിരിച്ചാണ്. ഞങ്ങളെ കയ്യിൽ സൈനികപരമായിരിക്കുന്ന ശക്തി ഉണ്ട് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഒരു പക്ഷേ ചെയ്തത്. അത് അറ്റ കൈയായിപ്പോയി എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ചാൽ അതിനുമാത്രം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു, പരിക്കേറ്റവരെ കൊണ്ട് ആശുപത്രി നിറഞ്ഞു, ബിൽഡിങ്ങുകൾ അപ്പാടെ തകരപ്പെട്ടു, ഒരു ഏരിയ പോലും ഇല്ലാതാകാത്ത രീതിയിൽ ഗസക്ക് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. 100 തവണയെങ്കിലും ആകാശത്ത് നിന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ബോംബ് സ്ഫോടനം നടത്തുകയും മിസൈൽ ആക്രമണം നടത്തുകയും അങ്ങനെ ഉയരം കൂടിയിരിക്കുന്ന ബിൽഡിങ് ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണത്തിൻ്റെ മുൻപിൽ ലെബനാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല ഇസ്രായേൽ സൈനികർ അതിർത്തി കടന്നുകൊണ്ട് ലെബനാൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ ഈ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അവിടെ ഏകദേശം 6000-ഓളം ഇസ്രായേലിൻ്റെ സൈനികർ ഉണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവർ അവിടെ പിരിഞ്ഞു പോകണം എന്ന് ഇറാൻ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ലെബനാനിലുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ഇപ്പോൾ ഇറാൻ ആദ്യമായിട്ടാണ്. ആദ്യ ഘട്ടത്തിലൊന്നും സംസാരിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പ് തന്നെയായിരുന്നു സംസാരിക്കുക, അല്ലെങ്കിൽ അവർ തലവന്മാരായിരുന്നു സംസാരിക്കാറുള്ളത്.
അവർക്ക് വേണ്ടി സഹായം ചെയ്ത് കൊടുക്കുന്ന പ്രവൃത്തിക്കപ്പുറം അത് തങ്ങളുടെ കൂടി ഭാഗമാണ് എന്ന തരത്തിലുള്ള സംസാരം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇറാൻ എന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ കൂടി സംരക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ്, ലക്ഷ്യമാണ് എന്ന് ഇറാൻ പറയുമ്പോൾ അത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ സർവ്വമേഖലയും വലിയ രീതിയിൽ സുരക്ഷാ കവചം ഒരുക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അയൺ ഡോം വീണ്ടും സ്ഥാപിച്ചുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കുന്ന സംവിധാനത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നു. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ആഭ്യന്തരമായിരിക്കുന്ന വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നിരന്തരം ഇസ്രായേലിൻ്റെ നാഷണൽ ഹൈവേ പോലുള്ള ഭാഗങ്ങൾ, അതായത് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സർക്കാരിൻ്റെ മന്ദിരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് ഇത്തരം ജനനിബിഡമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഈ പ്രക്ഷോഭകാരികൾ സർക്കാർ രാജിവെക്കണമെന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഇത് സർക്കാർ തലത്തിൽ തന്നെ, അതായത് സർക്കാരിൻ്റെ ദൈനംദിനം ഇടപെടലുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനം പോലും നിശ്ചലമായി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ആഭ്യന്തരമായിരിക്കുന്ന കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഇപ്പോൾ നിത്യസംഭവമായി ഇസ്രായേൽ മാറിയിരിക്കുന്നു. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സ്ഥിതി അതിനെ ഒതുക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ലെബനാൻ ആക്രമിക്കപ്പെട്ടത് എന്ന് പറയുന്നു. പക്ഷേ ലെബനാൻ ആക്രമിച്ച മണ്ടത്തരമായി പോയി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിനാൽ തന്നെ കരാർ വ്യവസ്ഥ ലംഘിച്ചു എന്ന് മാത്രമല്ല, പിന്നീടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെല്ലാം നമ്മൾ ഉത്തരവാദിത്വം വഹിക്കേണ്ട സ്ഥിതിയിലേക്ക് മാറും. ലോകത്ത് നിന്ന് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. വീണ്ടും ഒറ്റപ്പെടലിലേക്കാണ് എത്തുന്നത്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും അമേരിക്കയുമായി സഹകരിക്കുന്നില്ല. ഇപ്പോൾ ആകെ യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരെന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഇസ്രായേലും അമേരിക്കയുമാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കൻ്റെയും ഏറ്റവും കൂടുതൽ അടുത്തുള്ള സഖ്യകക്ഷികളോ സുഹൃത്ത് രാജ്യങ്ങളോ പോലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രായേലിനെയും അനുകൂലിക്കുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മാനസികപരമായിരിക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ യുദ്ധം എവിടെയെങ്കിലും ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധ്യമാവുമോ എന്നുള്ള അവസാനഘട്ട ചർച്ചാ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈജിപ്തിൻ്റെയും തുർക്കിയുടെ നേതൃത്വത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അടുത്ത ദിവസം പാകിസ്ഥാനിൽ വെച്ചിട്ട് അവരുടെ പ്രഥമമായിരിക്കുന്ന ഒരു സമ്മേളനം നടക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കും എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയങ്ങളിലൊന്ന് ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാകുന്നു എന്ന് പറയുന്ന സമയത്ത് അത് ഈ യുദ്ധത്തെ മറ്റൊരു ദിശയിലേക്ക് എത്തിക്കും. അതിൻ്റെ കാര്യം എന്ന് പറയുന്ന സമയത്ത് ഈ ലെബനാൻ്റെ കൈവശത്തിൽ, അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ കൈവശത്തിൽ ഇസ്രായേലിൻ്റെ സൈനികരുണ്ട് എന്നുള്ളതാണ്. അവരെ വെച്ച് വില പേശാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അവരെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടുള്ള വലിയ ചർച്ച ഭാവിയിൽ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ അവർ ഒളിസങ്കേതത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒളിക്കപ്പെട്ട മറ്റ് മേഖലയിൽ നിന്നോ സൈനികരെ വിമോചിപ്പിക്കാൻ അല്ലെങ്കിൽ പിടിക്കാൻ വേണ്ടി സാധിക്കും എന്ന അർത്ഥത്തിലാണ് ഈ ആക്രമണം നടത്തിയത് എന്നും കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച രാജ്യത്തിൻ്റെ അകത്തും രാജ്യത്തിൻ്റെ പുറത്തും അന്താരാഷ്ട്ര വേദിയിലുമെല്ലാം അവർ വലിയ രീതിയിൽ പ്രതിസന്ധിയും പ്രയാസവും അനുഭവിക്കുന്നു. ഒരു മന്ത്രിമാർ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന ബങ്കറുകൾക്കടിയിലെ ബങ്കറുകൾ, അവിടെയാണ് ഇപ്പോൾ അവർ താമസിക്കുക. ഒരു ബങ്കർ തകർന്നാൽ പോലും ഭരണാധികാരികളെക്ക് ആക്രമണ രീതി ഇല്ലാതിരിക്കാൻ അതിൻ്റെ തായ്വാരത്ത് വീണ്ടും ബങ്കറുകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ്. ബാങ്കർ ഇൻറ്റു ബാങ്കർ എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിൽ ഇരുന്നു കൊണ്ടാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത്. എന്നാൽ ഇറാനിലേക്ക് നോക്കുന്ന സമയത്ത് ഇറാനിലെ ഭരണാധികാരികൾ വളരെ സ്വതന്ത്രമായ രീതിയിൽ അവർ ജനങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റോഡ്, അതല്ലെങ്കിൽ പാലങ്ങൾ, അതല്ലെങ്കിൽ വൈദ്യുത നിലയങ്ങൾ, ഇത്തരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക ആക്രമണം നടത്തുകയാണെങ്കിൽ അവിടെ മനുഷ്യ കവചം തീർക്കുമെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുകയും ഞാനും അവരോടൊപ്പം ഉണ്ടാകും എന്നുകൂടെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് ഈ വലിയ രീതിയിലുള്ള മരണം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ആക്രമണം അമേരിക്ക നടത്തുകയാണെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഭയാനകരമായിരിക്കും. എവിടെ അത് അവസാനിക്കുമെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പം തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടും കൽപ്പിച്ചുകൊണ്ടുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിൻ്റെ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ പോകുന്നത്. അഥവാ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാൻ രണ്ടാം ഘട്ട മൂർച്ചേറിയ യുദ്ധത്തിന് വേണ്ടി ആയുധങ്ങൾ മിനുക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചുരുക്കം.